نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മാലുക്കളായി ജീവിക്കുകയും വരാനിരിക്കുന്ന ആ നിമിഷത്തിലെ പ്രകമ്പനം ഭയങ്കര സംഭവമാണ്. അത് നീ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെ നമുക്ക് ഊഹിക്കാം. പാല് കൊടുത്ത് കുഞ്ഞിനെ പോറ്റി വളർത്തുന്ന ഒരു ഉമ്മയാണ് അത് കാണുന്നതെങ്കിൽ പാല് കുടിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് പോലും ആ ഉമ്മ ശ്രദ്ധയായിപ്പോവും. അതേപോലെ തന്നെ ഗർഭിണികൾ പ്രസവിക്കപ്പെട്ടു പോകും. മനുഷ്യരെ കാണാം, അവരൊക്കെ മത്ത് പിടിച്ചവരെ പോലെ. അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മത്ത് പിടിച്ചവരല്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്. അത് കണ്ടപ്പോൾ അവർ മത്ത് പിടിച്ചവരെ പോലെ ആയതാണ്. ഹജ്ജ് എന്ന അധ്യായത്തിന്റെ തുടക്കം ഇങ്ങനെ. തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരിക്കുന്നുണ്ട്. നമ്മളിതിന് ആ സായത്തിന് ഖിയാമെന്നാൾ എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ കുറച്ചേക്കട്ടെ മൂളൽ. ഖിയാമനാൾ എന്ന് പറഞ്ഞാൽ നാള് നിൽക്കുന്ന നാള് എന്നാണ് അർത്ഥം. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ഭൂമിയിൽ നാളുകൾ ഉണ്ടാകുന്നത്. നിമിഷങ്ങൾ, പിന്നെ അങ്ങോട്ട് മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, ഇതാണ് നാളുകൾ. ഖിയാമനാൾ, നാള് നിൽക്കുന്ന സമയം. പിന്നെ നാളില്ല, ഉദിക്കാൻ സൂര്യനുമില്ല, അതേപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളും ഗോളങ്ങളും ഒന്നുമില്ല.
അതിന് നല്ല ഒരു പ്രയോഗമാണ് ഖുർആൻ യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞത്. ഖിയാമയുടെ നാൾ. ഖുർആനിൽ പല സ്ഥലങ്ങളിലും സാ എന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ. ആ നിമിഷം എപ്പോഴാണത് നങ്കൂരമിടുക, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിക്കുക എപ്പോഴാണ്? അന്വേഷണമായിരുന്നു. അള്ളാഹു അതിന് കൊടുക്കുന്ന മറുപടി എല്ലായിടത്തും ഒരുപോലെയാണ്. അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ എപ്പോൾ സംഭവിക്കുമെന്ന്. ഇൽമുഹാ ഇൻദ റബ്ബി. അതിനെക്കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കലാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അള്ളാഹുവിനെ മാത്രമല്ല. പിന്നെ അടയാളങ്ങൾ മാത്രമാണ്. ആ അടയാളങ്ങൾ പലതുമായി അള്ളാഹുവിൻ്റെ റസൂല് വിവരിച്ചു തന്നിട്ടുണ്ട്, ഖുർആനും വിവരിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ അടയാളങ്ങൾ വിളിച്ചോതുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. നൂറുകണക്കിന് ഹദീസുകൾ ഈ വിഷയകമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ആ ഹദീസുകളുടെ സിഹത്തുൽ വഹഫുകളിലേക്ക് കടന്നു പോകാതെ തന്നെ വിവരിച്ച വിവരണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 5 കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? ഇതേപോലെ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബി വര്യന്മാരാണല്ലോ മുമ്പിലുണ്ടാകുക. അവരോട് ചോദിക്കുകയാണ്, എന്തായിരിക്കും 5 കാര്യങ്ങൾ? ആ 5 കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്കിടയിൽ അത് വരാതിരിക്കട്ടെ, നിങ്ങളത് കാണാതിരിക്കട്ടെ. അത്ര വലിയ കാര്യമാണത്. അതിലൊന്നാമത്തെ കാര്യം പറയുന്നത്, നീചവൃത്തികൾ പരസ്യമായി ചെയ്യുക. മാ ലഹറത്തിൽ ഫാഹിശത്തു ഫീ ഖൗമിൻ ഖത്ത്. ഒരു ജനതയിൽ നീചവൃത്തികൾ അത് പരസ്യമായി നടക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്നോ, പേര് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത പലതരം രോഗങ്ങളും വന്നു ചേരും. അത് നിങ്ങളുടെ മുൻഗാമികളിൽ അത്തരം രോഗങ്ങൾ അറിയുമായിരുന്നില്ല. മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത വേദനിപ്പിക്കുന്ന രോഗങ്ങൾ പരസ്യമായി നീചവൃത്തികൾ ചെയ്യുമ്പോൾ ആ ജനതയെ പിടികൂടും. ഇന്നത്തെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. വിവരണം ആവശ്യമില്ല. നീചവൃത്തികൾ ഏത് കാലത്തും മനുഷ്യരിലുണ്ടായിരുന്നു. പരസ്യമായി ആ ചെയ്യുന്ന പണിയുടെ പേര് പറയാൻ പോലും പറ്റാത്ത, ജനങ്ങളുടെ മുമ്പിൽ ആ പേര് പറയുന്ന നാണം തോന്നുന്ന പല കാര്യങ്ങളും പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നാണമില്ല എന്ന് മാത്രമല്ല, പരസ്യമായി അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരസ്യമായി അത് പ്രകടിപ്പിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നാണം എന്ന് പറയുന്ന ഒരു നല്ല ഗുണം ഇല്ലാതാക്കാനാണ് ലോകം ഇപ്പോൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാണം തോന്നാത്ത ഒരു ജനതയുടെ വളർച്ച, നാണമില്ലാത്ത ഒരു ജനതയുടെ സാമൂഹ്യ ജീവിതം, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ സാമ്രാജ്യശക്തികൾ. സാമ്രാജ്യശക്തികളുടെ കൂടെയാണല്ലോ എല്ലാവരും ഉള്ളത്. അതേത് പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളായാലും ആ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സാമ്രാജ്യശക്തികളുടെ പിന്നിലാണ്. പേര് അവർ പലതും പറയും. അവരുടെ രാജ്യം ഇന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയും. ഞങ്ങൾ ജനാധിപത്യം അംഗീകരിച്ചവരാണെന്ന് പറയും. ഞങ്ങൾ സോഷ്യലിസം അംഗീകരിച്ചവരാണെന്ന് പറയും. പിന്നെ ഞാൻ പേര് പറയേണ്ടതില്ലല്ലോ, അങ്ങനെ പല ഇഷ്ടങ്ങളും അംഗീകരിച്ചവരാണ് ഞങ്ങളെന്ന് പറയും.
പക്ഷേ അവരൊക്കെ എവിടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സാമ്രാജ്യ ശക്തികളുടെ കൂടെ. ഒന്നുകിൽ ഇവർ സാമ്രാജ്യ ശക്തികളാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ്. അതിൽ നിന്ന് മാറി വേറിട്ട് നിന്നുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ പ്രയാസം. അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉള്ളവരെ തേജോവധം ചെയ്യുന്ന പണിയാണ് ലോകത്ത് നടക്കുന്നത്. ഈ സന്ദർഭത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തും. അങ്ങനെയാകുമ്പോൾ അവരിൽ വന്നു ചേരുക താവൂൻ പോലെയുള്ള രോഗമാണ്. വലിയ പണ്ടേ ജനങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരുന്ന താവൂൻ, അതേപോലെ പേരന്ന് പറയാൻ കഴിയാത്ത പുതിയ രോഗങ്ങൾ. ഔജാ എന്നാണ് അള്ളാന്റെ റസൂൽ ഉപയോഗിച്ചത്. വേദനിപ്പിക്കുന്ന രോഗങ്ങൾ. അതെന്താണ്, എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ആർക്കും വിവരിച്ചു തരാൻ കഴിയുന്നില്ല. പക്ഷേ അതുണ്ടാകുന്നു. അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ, അതിന് ചികിത്സയില്ലാതെ, മരുന്നുകൾ കണ്ടുപിടിക്കാതെ വേദനിച്ച് മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കും. ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങൾ. അതിന്റെ അടിസ്ഥാന കാരണം ഡോക്ടർമാർ ആര് എങ്ങനെ വിവരിച്ചാലും ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറായ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് നീചവൃത്തികൾ പരസ്യമായി ചെയ്യുന്നത് കൊണ്ടാണ്. നീചവൃത്തികൾ, നീചമാണത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. മലിനമാണത്. നീചമായ മലിനമായ പണികൾ ചെയ്യുന്നത് കൊണ്ടും പണികൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടും സംഭവിക്കുന്നതാണത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യർ പറഞ്ഞ കാരണം. ആ കാരണത്തിലേക്ക് ഇന്ന് ലോകത്തിന്റെ പഠനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടാണ് ലോകം എത്തിച്ചേരുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആൾക്കാരെ സഹായിക്കുക എന്ന മനസ്സ് അതുകൊണ്ട് ഒഴിവാക്കിയാൽ വമാ മനാ ഖൗമുൻ അസ്സക്കാത്ത ഇല്ലാ മുനഉ അൽ ഖത്ർ. തുള്ളി വെള്ളം അല്ല മുകളിൽ നിന്ന് ഇറക്കി തരില്ല. സക്കാത്ത് തടയുമ്പോൾ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ കണക്കാക്കി കൊടുക്കുന്ന സക്കാത്തല്ല ഇപ്പൊ ഞാനീ പറയുന്നത്. അള്ളാന്റെ റസൂൽ പറഞ്ഞതും അതല്ല. എല്ലാ മനുഷ്യരും നിസ്കാരം പോലെ തന്നെ നിർബന്ധമായും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സക്കാത്തുണ്ട്. ഒരാൾ മോമിനാകണമെങ്കിൽ അയാൾ നിസ്കരിക്കണം, അയാൾ സക്കാത്ത് കൊടുക്കണം. പശ്ചാത്തപിച്ചു മടങ്ങി നേരത്തെ ഉണ്ടായിരുന്ന തെറ്റായ വിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന് നിസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുമ്പോഴേ ഒരാളെ മോമിനായി പരിഗണിക്കുകയുള്ളൂ. ആ സക്കാത്ത് നമ്മൾ മനസ്സിലാക്കിയ സാമ്പത്തികമായി അളവ് നിശ്ചയിച്ച സക്കാത്തല്ല. അതായത് 2.5%, 5%, 10% എന്ന് നമ്മൾ പറയുന്ന നിർബന്ധമായും തന്റെ വരവിന് വർഷത്തിൽ ഒരിക്കൽ അദ്ദേഹം മാറ്റിവെക്കേണ്ട നിർബന്ധമായ ആ സദക്കയെക്കുറിച്ചല്ല ഈ സക്കാത്ത്. ഇത് നിസ്കാരം പോലെ എല്ലാം ഓരോ മനുഷ്യനിലും ഉണ്ടാകേണ്ടതാണ്. തന്റെ ആവശ്യം കഴിച്ച് കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ തന്റെ മുമ്പിൽ ഒരു ആവശ്യക്കാരൻ വന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആ കയ്യിലുള്ള മിച്ചം മാറ്റിവെക്കുക എന്ന് പറയുന്ന മോമിനിന്റെ നിർബന്ധമായ സ്വഭാവം. ഖുർആൻ അത് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. പ്രവാചകന്മാരൊക്കെ അത് കാണിച്ചു തന്നതാണ്. സൂറത്ത് തൗബയിൽ മോമിനുകൾ ആരാണ് എന്ന് വിവരിച്ചപ്പോഴും അതാണ് പറഞ്ഞത്. ഫയഖ്വാനുക്കും ഫിദ്ദീൻ എന്നൊരിടത്തും ഫഹല്ലു സബീലഹും എന്ന് മറ്റൊരിടത്തും. ഇത് രണ്ടും സൂറത്ത് തൗബയിലാണ്. ഫൈൻ താബു വഅഖാമുസ്സലാത്ത വആതൂ സക്കാത്ത ഫയഖ്വാനുക്കും ഫിദ്ദീൻ. അവർ ശിർക്കിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങി ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ വരികയും നിസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദീനിലെ നിങ്ങളുടെ സഹോദരന്മാരാണവർ. അതേപോലെ വൈൻ താബു വഅഖാമുസ്സലാത്ത വആതൂ സക്കാത്ത ഫഹല്ലു സബീലഹും. പശ്ചാത്തപിച്ചു മടങ്ങിയിട്ട് നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരെ പിന്നെ നിങ്ങൾ ഒന്നും ഉപദ്രവിക്കരുത്, ഒരു വിധത്തിൽ ഉപദ്രവിക്കരുത്, അവരെ വിട്ടേക്കണം.
അപ്പോ പിടികൂടാൻ പാടില്ലാത്ത നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു മോമിനായ സഹോദരനായി അംഗീകരിക്കണമെങ്കിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ട സക്കാത്ത്, അതായത് തന്റെ മുമ്പിൽ തന്റെ ആവശ്യം കഴിച്ച് മിച്ചം തന്റെ കയ്യിലുണ്ട്, തന്റെ മുമ്പിൽ ഒരു ആവശ്യക്കാരനുണ്ടെങ്കിൽ ആ ആവശ്യക്കാരന് വിട്ടുകൊടുക്കാനുള്ള മനസ്സ് അതൊരു മോമിനിന്റെ മനസ്സ്. അതിന് സന്നദ്ധരല്ലെങ്കിൽ താൻ യഥേഷ്ടം ഉപയോഗിച്ചതിന്റെ ബാക്കി താൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. തന്റെ മുമ്പിൽ ആയിരക്കണക്കിന് ആവശ്യക്കാർ, ആ ആവശ്യക്കാരിൽ ഏറ്റവും വലിയ ആവശ്യക്കാർ, അത്യാവശ്യക്കാർ, വിശപ്പിന്റെ കാഠിന്യം അനുഭവിക്കുന്നവർ, ദാഹത്തിന്റെ കാഠിന്യം അനുഭവിക്കുന്നവർ, രോഗത്തിന്റെ വേദന അനുഭവിക്കുന്നവർ, തലചായ്ക്കുവാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഇതൊക്കെ അവരുടെ മുമ്പിലുണ്ട്. ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് അവർക്ക് വിട്ടുകൊടുക്കാനുള്ള മനസ്സ് അവൻ ആർജിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയുകയാണ്, മുകളിൽ നിന്നൊരു തുള്ളി വെള്ളം നിങ്ങൾക്ക് ഇറക്കിത്തരില്ല. ലൗലൽ ബഹായും, കന്നുകാലി മൃഗങ്ങളും ജീവജാലങ്ങളും ഇല്ലാതിരുന്നുവെങ്കിൽ ഒരു തുള്ളി വെള്ളവും നിങ്ങൾക്ക് തരില്ലായിരുന്നു. അങ്ങനെ ഒരു കാലം വരാനുണ്ട്. ആ കാലമാണോ നമ്മുടേത്? എന്റേതാണിത്, എനിക്കുള്ളതാണിത്, ഇതിൽ മറ്റാർക്കും അവകാശമില്ല, ശരി, ഞാൻ ആർക്കും കൊടുക്കുകയുമില്ല എന്ന് പറയുന്ന മനസ്സാണോ വളർന്നു വരുന്നത്? അതല്ല, എന്റെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് എന്നെപ്പോലെയുള്ള മനുഷ്യർക്കും കൂടി ഉപയോഗപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശാലമായി ചെലവാക്കാനുള്ള മനസ്സാണോ വളർന്നു വരുന്നത്? ഇത് പരലോകം നോക്കിയാൽ കാണുന്നതിന്റെ അടുത്തെത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവായി, അല്ലെങ്കിൽ അതിന്റെ ഒരു അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. അതേപോലെ തന്നെ കച്ചവടമാണല്ലോ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാധനങ്ങൾ സംസ്കരിച്ചുകൊണ്ട് കോലങ്ങൾ മാറ്റി സമൂഹത്തിന്റെ മുമ്പിൽ ആവശ്യക്കാരെ വർദ്ധിപ്പിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന പണിയാണല്ലോ ഇപ്പൊ ലോകത്ത്. ലോകം ഇപ്പൊ ജീവിക്കുന്നത്, നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ കച്ചവടം ചെയ്യാൻ. എന്തിനാ കച്ചവടം ചെയ്യുന്നത്? ആ കച്ചവടത്തിലൂടെ ഈ കച്ചവടക്കാരൻ സമ്പാദിക്കുവാൻ, ആവശ്യക്കാരന്റെ ആവശ്യം ചൂഷണം ചെയ്തുകൊണ്ട്, അമിതമായി ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ. ആ കച്ചവട സംഗതികളിൽ ഏറ്റവും കൂടുതലായി നടക്കുന്നത് അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന്. അതവിടെ മാത്രം ഒതുങ്ങുകയില്ല. നല്ലതല്ലാത്തത് നല്ലതാക്കി കാണിക്കുക, വിലയില്ലാത്ത വസ്തുവിനെ വില കൂടുതലുണ്ടാക്കി കാണിച്ചു കൊടുക്കുക, ആവശ്യമില്ലാത്ത വസ്തുക്കൾ ആവശ്യമാക്കി മാറ്റുക പരസ്യങ്ങളിലൂടെ. എന്നിട്ട് ആകെ 10 പൈസ വിലയുള്ള ഒരു സാധനത്തിന് 10,000 വാങ്ങുക. അതിന്റെ ഉൽപാദന ചെലവ് ഏറി വന്നാൽ 1 രൂപയായിരിക്കും. ആ 1 രൂപയുടെ സാധനത്തിന് 10,000 രൂപ വാങ്ങുകയാണ്. അങ്ങനെ മനുഷ്യരെ വഞ്ചിക്കുന്നു. അങ്ങനെ സംഭവിക്കും. അവിടെ പടച്ചതമ്പുരാൻ അവരിൽ ക്ഷാമമുണ്ടാക്കും. പലതും നൽകും അവർക്ക്, ചിലപ്പോൾ വലിയ പ്രകമ്പനമായിരിക്കും. അതേപോലെ തന്നെ അവരുടെ കുടുംബ ചെലവുകൾ വർദ്ധിപ്പിക്കും. അക്രമികളായ ഭരണാധികാരികൾ പിടിച്ചെടുക്കും. അക്രമികളായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഏകാധിപതി എന്നൊന്നും നോക്കണ്ട. ഓരോ രാജ്യവും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ, ആ ഭരണാധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാര് പലതരത്തിലും അതങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. താൻ ഉണ്ടാക്കിയത് എന്തെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് ഒന്നല്ല ഒന്നിലധികം ടാക്സുകൾ, ടാക്സിന്റെ മുകളിൽ ടാക്സുകൾ, എന്നിട്ട് ശതമാനങ്ങൾ, ആ ശതമാനം അങ്ങനെ വർദ്ധിപ്പിച്ച് കച്ചവടക്കാരനും സ്വൈരമില്ല, ഉപഭോക്താവിനും സ്വൈരമില്ലാത്ത വിധം എല്ലാ അർത്ഥത്തിലും ഭരിക്കുന്ന വിഭാഗം ആക്രമങ്ങളിലൂടെ അത് അവർ പിടിച്ചെടുക്കും. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ. എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിലേക്കൊരു കണക്ഷൻ വേണം വൈദ്യുതിയുടെ. അപ്പൊ ആ വീട് എന്റേതാണെന്ന് തെളിയിക്കുവാൻ ഞാൻ പോണം. എന്നിട്ട് അതിന് കയറിയിറങ്ങേണ്ട മുഴുവൻ വാതിൽപ്പടികളിലും കയറിയിറങ്ങണം. അത് കൊണ്ടുപോയി കൊടുക്കണം KSEB-യിൽ. എന്നിട്ട് അവർ തരും കണക്ഷൻ. മറ്റൊരു ആവശ്യം വന്നു എനിക്ക്, അത് എന്റെ വീട്ടിൽ എനിക്കൊരു ഗ്യാസ് കണക്ഷൻ കിട്ടണം.
അപ്പോഴും പോണം ഞാൻ ഈ വാതിൽക്കലൊക്കെ. എന്തിനാ? ഇന്നലെ ഞാൻ അവർ തന്ന് എന്റേതാണെന്ന് ഉറപ്പുവരുത്തിയ എന്റെ വീടിന്റെ ഉടമസ്ഥൻ ഞാൻ തന്നെയാണെന്ന് പിന്നെയും ഉറപ്പുവരുത്താൻ പിന്നെയും ആ കടമ്പകളിലൂടെയൊക്കെ കടന്നു പോകണം. നിയമം നോക്കൂ നിങ്ങൾ. ഒരു നാട്ടിൽ ഉണ്ടാക്കപ്പെട്ട നിയമങ്ങൾ നോക്കൂ. അയാളെന്താണെന്ന് സ്ഥിരപ്പെട്ടു പോയി. ആ സാധനം കൊണ്ടേ കൊടുത്താൽ പോരാ. അയാളിത് വിറ്റിട്ടുണ്ടെങ്കിൽ ആ വീട്ടിനൊരു കണക്ഷൻ കൊടുത്താൽ പോരെ. അത് ആരെങ്കിലും ഉപയോഗിച്ചോട്ടെ. ആ വീട്ടിലേക്കല്ലേ കണക്ഷൻ ചോദിക്കുന്നത്. വിറ്റോട്ടെ. ആ വാങ്ങിയ ആൾക്ക് കിട്ടുമല്ലോ. അതൊന്നുമില്ല. ജൗറു സുൽത്താൻ, ഭരിക്കുന്നവരുടെ ധിക്കാരം, ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ധിക്കാരം. ഭരണാധികാരികളല്ല, ഭരണാധികാരികൾ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ദുർഭരണങ്ങളിലൂടെ ടാക്സുകൾ, സെയിൽ ടാക്സുകൾ, വിൽക്കാനുള്ള ടാക്സ്, ഉൽപാദന രംഗത്ത് ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് ഒരു ടാക്സാണ് വാങ്ങിയാൽ പോരെ. പിന്നെ അത് ആയിരക്കണക്കിന് കൈകളിലൂടെ പോയാൽ നിങ്ങൾക്കെന്താ? പക്ഷെ അവിടെയൊക്കെ വേണം ടാക്സ്. ആ പീഡിയക്കാരൻ അവന്റെ അടുത്ത് വാങ്ങി അവിടെ ടാക്സ് കൊടുത്തു, അയാളെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് വിൽക്കുമ്പോ ഇവിടെ ടാക്സ് കൊടുക്കണം. ജൗറു സുൽത്താൻ. അതാ വരുന്ന ഒരു കാലം. എന്താ കാരണം എന്നറിയോ? കാരണം അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചു. നീ നിന്റെ കച്ചവടത്തിൽ നീ കാണിച്ച കൃത്രിമങ്ങൾ, അനാവശ്യമായ സാധനം ആവശ്യമാക്കി അത്യാവശ്യ സാധനമാക്കി, എന്നിട്ട് നീ ഉൽപാദന ചെലവ് വളരെ കുറച്ച്, അത് നീ വാങ്ങിയ വില അതിന്റെ എത്രയോ ഇരട്ടി. പക്ഷെ അത് നിനക്ക് കിട്ടിയില്ല. വഴിയിൽ ഒരുപാട് ആൾക്കാർ നിന്നിൽ നിന്ന് തട്ടിപ്പറിച്ചു. അതാണ് വരിക. നിന്റെ തന്നെ കർമ്മത്തിന്റെ ഫലമായിരുന്നു അത്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു ഇറക്കിയ നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് ഭരണാധികാരികൾ, ഉമറാവ്. ഭരണാധികാരികൾ നടപ്പിലാക്കുന്നത് അള്ളാഹുവിന്റെ നിയമമല്ല. പിന്നെയോ അവരവർ ആ കാലഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള നിയമങ്ങളാണ് നടപ്പാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹു അവരുടെ ശത്രുക്കളെ അവരുടെ മേൽ ശത്രുക്കൾക്ക് ഇവരുടെ മേൽ ആധിപത്യം ഉണ്ടാവും. ഇല്ല സല്ലത്തുല്ലാഹു അലൈഹിം അദുവ്വഹും. ശത്രുക്കൾ ഇവരുടെ മേൽ ആധിപത്യം പുലർത്തും, ഇവരെ കീഴടക്കും, ഇവരുടെ എതിരാളികൾ ഇവരെ കീഴടക്കും. എന്നിട്ടോ അവരുടെ കയ്യിലുള്ളത് അവരത് പിടിച്ചെടുക്കും. പടച്ചവന്റെ നിയമം നടപ്പിലാക്കുവാൻ അള്ളാഹുവിലും റസൂലിലും വിശ്വാസമുള്ള ഭരണാധികാരികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, അള്ളാഹുവിലും റസൂലിലും വിശ്വാസമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഭരണാധികാരികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ ഒരു ഓർഡിനൻസിലൂടെ ഈ പടച്ചതമ്പുരാന്റെ നിയമം നടപ്പിലാക്കുവാൻ അധികാരമുള്ളവർ അതിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് മനുഷ്യനിർമ്മിത നിയമങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ രാജ്യത്തിന്റെ മേൽ മറ്റു രാജ്യങ്ങൾ ആധിപത്യം പുലർത്തും. എന്നിട്ട് അവരുടെ വിഭവങ്ങൾ അവരങ്ങടുപ്പോൾ തട്ടിപ്പറിച്ചെടുക്കും. അതല്ലേ നടക്കുന്നത്? മുസ്ലിം അറേബ്യൻ മേഖലകളിൽ നടക്കുന്നതല്ലേ? മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുന്നതല്ലേ? അറേബ്യൻ പെട്രോൾ സമ്പന്ന മേഖലകൾ നടക്കുന്നതല്ലേ? ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ നിക്ഷേപമാകുന്ന, ഞങ്ങൾക്ക് എത്ര പെട്രോൾ ഉണ്ട് എന്ന് കണക്കറിയുന്ന ഒരു ഭരണാധികാരിയുണ്ടോ അറേബ്യൻ മേഖലയിൽ? ഞങ്ങളെ രാജ്യത്ത് നിന്ന് എത്രയാണ് അവർ ഊറ്റിക്കൊണ്ടുപോകുന്നത് എന്നറിയുന്ന ഒരു ഭരണാധികാരി അവിടെ ഉണ്ടോ? ഇല്ല. അത് കൊണ്ടുപോകുന്നതും അത് എടുക്കുന്നതും അത് അളക്കുന്നതും അത് കൊണ്ടുപോകുന്നതും അതിന് വില നിശ്ചയിക്കുന്നതും അത് അവർക്ക് തോന്നുമ്പോൾ കൊടുക്കുന്നതുമൊക്കെ അവരാണ്. ശത്രുക്കളെ അവരുടെ മേൽ ആധിപത്യം, ശത്രുക്കളുടെ ആധിപത്യം. എന്നിട്ട് പടച്ചതമ്പുരാൻ ഇവർക്ക് നൽകിയ വിഭവങ്ങൾ, ആ വിഭവങ്ങൾ അവർ തട്ടിയെടുക്കുന്നു. എന്താ കാരണം? നമ്മൾ മനസ്സിലാക്കിയ കാരണമല്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ അവർ സന്നദ്ധരായില്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ സന്നദ്ധമായ മേഖലകളിലോ അങ്ങനെ തട്ടിക്കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയുന്നുമില്ല. ഒറ്റപ്പെട്ട ചില രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രം അതേ വാറ്റവരെ പോലെ തന്നെ പെട്രോൾ സമ്പന്നമാണ്. പക്ഷെ അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കണമെന്ന തീരുമാനമെടുത്തത് കൊണ്ട് അവരുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവരുടെ അള്ളാഹുവിന്റെ നിയമം വിട്ടിട്ട് ഇവരുടെ നിയമം എടുത്തു.
അതുകൊണ്ട് ഇവരുടെ നാട്ടിലുള്ള വിഭവങ്ങൾ അവർ തട്ടിയെടുക്കുന്നു. അതേപോലെ കിതാബ് അല്ലാഹി വസുന്നത നബീഹിം, അള്ളാന്റെ കിതാബ് അതേപോലെ അവരുടെ പ്രവാചകന്റെ സുന്നത്ത് നടപടിക്രമം അതിനെ മാറ്റിവെച്ചു. എന്നിട്ടോ ഖുർആനുമില്ല, അള്ളാഹുവിന്റെ നിയമവുമില്ല, പ്രവാചകന്റെ ചര്യയുമില്ല. ആ അവസ്ഥയിലേക്കാണ് ഒരു സമൂഹം എത്തിച്ചേരുന്നതെങ്കിൽ ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, അവരുടെ എല്ലാ ഏറ്റുമുട്ടലുകളും തമ്മിലായിരിക്കും. പടച്ച തമ്പുരാന്റെ കിതാബിനെയും പ്രവാചകന്റെ സുന്നത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു സമൂഹം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ സമൂഹത്തിന്റെ മുഴുവൻ ജീവിതവും തമ്മിൽ ഏറ്റുമുട്ടാനുള്ളതായിരിക്കും. 5 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിവരിക്കേണ്ടതില്ല. ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഒരാൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാന്റെ കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തും നമുക്ക് വിഷയമല്ലല്ലോ. വിഷയമല്ലാത്ത ഒരു സമൂഹമായി മാറിയപ്പോൾ നമ്മൾ ആർക്കെതിരിൽ? ഈ ജാതി സമുദായത്തിനെതിരിൽ. മുസ്ലിങ്ങൾ ആർക്കെതിരിൽ? മുസ്ലിങ്ങൾക്കെതിരിൽ. അവർക്ക് പ്രസംഗിക്കുവാനുള്ളത് മുസ്ലിങ്ങൾക്കെതിരിൽ, പ്രചരിപ്പിക്കുവാനുള്ളത് മുസ്ലിങ്ങൾക്കെതിരിൽ, പറയുവാനുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരിൽ, ചെയ്യുവാനുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരിൽ. മുസ്ലിങ്ങൾക്കെതിരിൽ അങ്ങനെ ഒരു കാലം വന്നു. എന്താ കാരണം? അള്ളാന്റെ കിതാബ് അവഗണിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവഗണിച്ചു. എന്നിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ആരുടെയോ നിയമങ്ങളാണ്. ഖുർആൻ അവിടെ വിഷയമല്ല, സുന്നത്തുർ റസൂൽ വിഷയമല്ല. നമുക്ക് പരസ്യമായി സ്റ്റേജുകളിൽ പറയാനുള്ളത് എന്താണ്? ആ സംഘടനക്കാർ അത് ചെയ്തു, ഈ സംഘടനക്കാർ അത് ചെയ്തു, ആ വ്യക്തികൾ അത് ചെയ്തു, ഈ സമൂഹം അത് ചെയ്തു. കുറച്ചുകൂടിയാണ് പോയാൽ ആ നാട്ടുകാരങ്ങനെ ചെയ്തു, ഈ നാട്ടുകാരിങ്ങനെ ചെയ്തു. എത്ര കാലമായി സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യനുപകാരപ്പെടുന്ന വല്ല പണിയും പറഞ്ഞുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു നല്ല വയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു നല്ല പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തിനേറെ പടച്ച തമ്പുരാന്റെ പള്ളിയിൽ ഏതാനും മിനിറ്റുകൾ മാത്രം ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധമായ ജുമയുടെ ഖുത്ബയിൽ പോലും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സായി മാറിയിട്ടുണ്ടല്ലോ നമ്മുടേത്. എന്ത് നല്ല കാര്യം ആര് ചെയ്താലും ഞാനല്ലാതെ ചെയ്യുന്നതെങ്കിൽ അത് നല്ല കാര്യമല്ല, ഞങ്ങളല്ലാതെ ചെയ്യുന്നതെങ്കിൽ അത് നല്ല കാര്യമല്ല. ആ നല്ല കാര്യം ഞങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, നല്ല കാര്യമായിരിക്കും. അവർ ചെയ്യുന്ന കാര്യം അത് കുറ്റം, നമ്മൾ ചെയ്യുന്നതോ കുറ്റമല്ല. തോന്നിപ്പോവുകയാണ് ചില സമയങ്ങളിൽ. മനസ്സ് വല്ലാതെ വേദനിച്ചു പോവുകയാണ്. ഒരു നല്ല കാര്യം ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഞായറാഴ്ച കുറ്റിപ്പുറത്ത് ഒരു വനിതാ സമ്മേളനം നടക്കുന്നുണ്ട്. ഒരു സംഘടന ജമാഅത്ത് ഇസ്ലാമിയാണ് അതിന്റെ പിന്നിൽ, സ്ത്രീകൾ മാത്രം നടത്തുന്നത്. ആ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ആ സദസ്സിലേക്കോ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാന്ന് പറഞ്ഞു. സ്ത്രീകളാൽ മാത്രം നടത്തപ്പെടുന്ന ഒരു സമ്മേളനം. കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ ആദ്യത്തെ സംഭവമായിരിക്കും അത് എന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. ലോകത്ത് ഇതുവരെ അങ്ങനെ ഒരു സമ്മേളനം പെണ്ണുങ്ങൾ മാത്രം നടത്തിയ ഒരു സമ്മേളനം എനിക്ക് ഓർമ്മയില്ല. 67 വയസ്സായി എനിക്ക്, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു വലിയ ചരിത്രം കുറിക്കലാണ്. സ്ത്രീകൾക്കായി ഒരു സമ്മേളനം നടത്തുന്നു, അല്ല ജനങ്ങൾക്കായി ഒരു സമ്മേളനം നടത്തുന്നു. അതിലെല്ലാ പരിപാടിയും അവരാണ്. അതിൽ ജമാഅത്ത് ഇസ്ലാമി അമീറിന്റെ ഒരു പ്രസംഗം മാത്രം ഉണ്ടാവും, ഒരു ഉദ്ഘാടന പ്രസംഗം. അത് പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് അദ്ദേഹവും ഇറങ്ങിപ്പോരും. പെണ്ണുങ്ങളാൽ മാത്രം നയിക്കപ്പെടുന്ന ഒരു സമ്മേളനമാണ്. ജനങ്ങളുണ്ടാകുമെന്നാണ്, ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുമെന്നാണ് വിശ്വാസം. ഞാൻ കേട്ടു ഒരു സഹോദരൻ പ്രാർത്ഥിക്കുന്നു, ശാപപ്രാർത്ഥന. കുറ്റിപ്പുറത്ത് നടക്കാൻ പോകുന്ന സമ്മേളനത്തിനെതിരെ ഒരു ശാപപ്രാർത്ഥന. എന്താണ് അദ്ദേഹം പറയുന്ന കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കളോ അതില്ലെങ്കിൽ പിൻഗാമികളോ മുൻഗാമികളോ ആരും ഇത് ചെയ്തിട്ടില്ല. ശരിയാ, ആരും ചെയ്തിട്ടില്ല.
ആരും ചെയ്യാത്തത് തന്നെയല്ലേ നമ്മളൊക്കെ ചെയ്യുന്നത്? അല്ല, ശാപപ്രാർത്ഥന നടത്തിയ സഹോദര, താങ്കളുടെ സംഘടന എങ്ങനെ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ആ സംഘടന ഉണ്ടോ? താങ്കളുടെ സംഘടനയുടെ കീഴിൽ കുറെ കീഴ് സംഘടനകളുണ്ടല്ലോ. ആ കീഴ് ഘടകങ്ങൾ പ്രത്യേകം പ്രത്യേകം പേരും അള്ളാന്റെ റസൂലിന്റെ കാലത്ത് അതുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് മുക്കുമൂലകളിലൊക്കെ ഇങ്ങനെ ഫോട്ടോ സഹിതം പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്നാലിന്ന ആള് ഇന്നടത്ത് പ്രസംഗിക്കുന്നു, ആ പ്രസംഗിക്കുന്ന ആളുടെ ഫോട്ടോത്തോടുകൂടി ഇന്ന പള്ളിയിൽ ഇന്ന സമയത്ത് ഇന്നാലിന്ന ആള് പ്രസംഗിക്കുന്നു എന്ന് ബോർഡ് വെച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗ പരിപാടി അള്ളാന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നോ? അല്ല, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് പത്രങ്ങൾ ഉണ്ടായിരുന്നോ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് മാസികകൾ ഉണ്ടായിരുന്നോ? ദിനപത്രങ്ങൾ ഉണ്ടായിരുന്നോ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇതേപോലെ പ്രഭാഷണ പരമ്പരകൾ ഉണ്ടായിരുന്നോ? അതൊക്കെ നന്നില്ല. ആരേത് കൊണ്ടുവന്നു? അതൊന്നും തെറ്റല്ലെങ്കിൽ ഒരു കാര്യം ഇവർ ചെയ്യുമ്പോൾ തെറ്റാകുന്നത് എങ്ങനെ? അതൊന്നും തെറ്റല്ല. അതൊന്നും അള്ളാന്റെ റസൂലിന്റെ കാലത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോ സഹോദര, അല്ലെങ്കിൽ അങ്ങനെ ശാപപ്രാർത്ഥന നടത്തുന്ന സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലും അള്ളാന്റെ റസൂലിന്റെ കാലത്തും ചെയ്തത് മാത്രമേ ചെയ്യൂ എന്ന് ശഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കാറും ബസ്സും വാഹനങ്ങളും ഒക്കെ ഒഴിവാക്കി ഒട്ടകങ്ങളെ കൊണ്ടുവന്ന് നിർത്തി, കഴുതകളെ കൊണ്ടുവന്ന് നിർത്തി, കുതിരകളെ കൊണ്ടുവന്ന് നിർത്തി അതിന്റെ പുറത്ത് സഞ്ചരിക്കണം. മൈക്ക് ഒഴിവാക്കണം, പ്രസംഗ പരമ്പരകൾ ഒഴിവാക്കണം, കാൽനടയായി പോകണം. ബിരിയാണി നെയ്ച്ചോറും തിന്നരുത്. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ബിരിയാണി ഒന്നും ഉണ്ടാവില്ല, ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നിർത്തിയിട്ട് ഈത്തപ്പഴം തിന്നണം, എന്നിട്ട് ഗോതമ്പിന്റെ പൊടി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് തിന്നണം. എന്തിനാണ് സഹോദരന്മാരെ ഈ വിവരമില്ലാത്ത മനുഷ്യരെ എന്തിനു നിങ്ങൾ, പാവങ്ങളെ എന്തിനു നിങ്ങൾ ചൂഷണം ചെയ്യുന്നു? ഇതൊക്കെ നിർത്തിയിട്ട് വേണ്ടേ പറയാൻ? അതുകൊണ്ട് പറയേണ്ടത് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുലഫാഉർ റാഷിദീങ്ങളോ പടച്ച തമ്പുരാനോ തടഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, തടഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അള്ളാഹു നിരോധിച്ചിട്ടില്ല, റസൂൽ നിരോധിച്ചിട്ടില്ല, ഖുലഫാഉർ റാഷിദുകൾ നിരോധിച്ചിട്ടില്ല. അവ നിരോധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാം. അത് നല്ലതാണോ അല്ലേ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ആ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ അല്ലേ? 1500 കൊല്ലം മുമ്പ് ഈ ലോകം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മാത്രമേ ഇപ്പോഴും ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ശഠിക്കരുത്. അള്ളാഹു തടഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ടോ? ഖുലഫാഉർ റാഷിദുകൾ അത് നിരോധിച്ചിട്ടുണ്ടോ? നിരോധിച്ചിട്ടില്ലെങ്കിൽ കാലഘട്ടത്തിനനുസൃതമായി പലതും എല്ലാവരും ചെയ്യുന്നു. അവർ ചെയ്യുന്നത് തെറ്റ്, ഞങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല എന്ന് പറയുന്ന മനസ്സൊഴിവാക്കുക. ഇത് പറഞ്ഞു പോകേണ്ടി വന്നതാണ്. അതിനേക്കാളേറെ ശാപപ്രാർത്ഥന നടത്തേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. പരസ്യമായി നീചവൃത്തികൾ, അതേപോലെ തന്നെ കൈക്കൂലി, കരിഞ്ചന്ത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നു. എന്തേ ശാപപ്രാർത്ഥന നടത്താതിരുന്നു? ഇന്നാലിന്ന ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാര് കൈക്കൂലികൾ വാങ്ങുന്നു. കൈക്കൂലി വാങ്ങുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ നശിപ്പിക്കണമേ എന്റെ മുസ്ലിയാരെ മൗലവി എന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയി. ഇന്നാലിന്ന ഉദ്യോഗസ്ഥൻ അക്രമം കാണിക്കുന്നു, നിയമവിരുദ്ധമായി അദ്ദേഹത്തിന്റെ അധികാരം ദുരുപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന ഭരണാധികാരികൾക്കെതിരിൽ പടച്ചതമ്പുരാനെ നിന്റെ ശാപമുണ്ടാകണമേ എന്റെ ഒരു ശാപപ്രാർത്ഥന നടത്താതിരുന്നു? പാവപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും കഠിനാധ്വാനം ഭരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുമ്പോൾ അതിനെതിരിൽ ശാപപ്രാർത്ഥന നടത്തുന്നതിനേക്കാൾ എത്ര നല്ലതായിരുന്നു അത്. ഫാഹിഷാത്ത്, മുങ്കറാത്ത്, നിഷിദ്ധ കാര്യങ്ങൾ, നീചപ്രവർത്തികൾ തുരുതുരാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീചവൃത്തികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരിൽ ഒരു ശാപപ്രാർത്ഥന നടത്തിക്കൂടെ? നടത്തൂല. നടത്തിയ ചിലപ്പോൾ കൈ ഇങ്ങനെ വെച്ചാൽ അകത്തേക്ക് പോകേണ്ടി വരും ജയിലിന്റെ ഉള്ളിലേക്ക്. അത് നടത്തൂല. ഇത് നടത്താലോ? പാവങ്ങളല്ലേ? ഈ പാവങ്ങൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിക്കൂടെ? ആരും ഒന്നും ചെയ്യൂലല്ലോ. എന്ത് ചെയ്താലും ചെയ്യൂല, എന്ത് പറഞ്ഞാലും ചെയ്യൂല.
അടിച്ചാലും ചെയ്യൂല. പണ്ട് മഹാനായ ഗാന്ധിജി മറ്റേ മുഖം കാണിച്ചു കൊടുത്തതുപോലെ പാവങ്ങളെ ചീത്ത പറഞ്ഞാലും ആട്ടി ഓടിച്ചാലും നല്ല കാര്യമാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു പോവുകയല്ലാതെ ക്ഷുഭിതരാവുകയോ ദേഷ്യപ്പെടുകയോ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു സമൂഹത്തിനെതിരിൽ ശാപപ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് ഒരുപാട് ശാപപ്രാർത്ഥനകൾ നടത്തേണ്ട മേഖല വേറെയുമില്ലേ? ചോദിച്ചു പോവുകയാണ്. വല്ലാതെ വേദനയോടുകൂടി ചോദിച്ചു പോവുകയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഈ പെണ്ണുങ്ങൾ യോഗം നടത്തുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ഭാഗം ഞാൻ പറഞ്ഞത്. പടച്ച തമ്പുരാൻ പെണ്ണുങ്ങൾ യോഗം നടത്തുന്നതല്ല ഖിയാമത്ത് നാളിന്റെ അടയാളമായി പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ, അതിനെയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം. അതെ, അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും കൈയൊഴിച്ചാൽ അവർക്കെതിരിൽ തന്നെയാണ് എല്ലാവിധ ആക്രമണങ്ങളും ഉണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതാ ഖിയാമത്ത് നാളിന്റെ അടയാളം. ഖുർആനിൽ നിന്ന് വിട്ടുപോയി, സുന്നത്തുർ റസൂൽ വിട്ടുപോയി. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള പണി തമ്മിൽ കൊല്ലലാണ്, തിന്നലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലാണ്, ആക്ഷേപിക്കലാണ്. അതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം. അങ്ങനെ ആക്ഷേപിക്കുന്നു ഞാനെങ്കിൽ ഞാനാണ് കുറ്റക്കാരൻ, ഞാനത് ചെയ്യില്ല. ഞാനത് ഒരാളെ, ഒരു വിഭാഗത്തെ അല്ല, ഒരു വ്യക്തിയെ പോലും അയാൾ മോശക്കാരനാണെന്ന് പറയുന്ന പണി അതെനിക്ക് കഴിയാത്തൊരു പണിയാണ്. സംഘടനയെക്കുറിച്ച് പിന്നല്ലേ, എന്റെ സംഘടന എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ സംഘടനയെ പുകഴ്ത്തുകയും മറ്റു സംഘടനകളെ ഇകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഞാനൊരു വാചകം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്റെ ഓർമ്മയിൽ. ഇത് ഈ ശാപപ്രാർത്ഥന കേട്ടപ്പോൾ എന്തിന് ഈ പാവങ്ങൾക്കെതിരിൽ ശാപം പ്രാർത്ഥിക്കുന്നത്? ഈ സാധുക്കൾക്കെതിരിൽ എന്തിനാണ് നിങ്ങൾ ശാപപ്രാർത്ഥന നടത്തുന്നത് എന്നൊരു പറച്ചിൽ പറഞ്ഞു പോയതാണ്, വേദന കൊണ്ട് മാത്രം. അല്ലാഹു നല്ലത് തിരിച്ചറിയാനുള്ള മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. വാഹിറു ദുആ അൽഹംദുലില്ലാഹ്.